ഹലോ, വെൽക്കം ടു മൈ ടുഡേയ്സ് വ്ളോഗ്. നമ്മളങ്ങനെ ആദ്യമായിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇതുവരെയൊക്കെ പോകുന്നത് സ്ഥലങ്ങളൊക്കെ കാണുന്നു വരുന്നു, പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കിലോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുന്നേ ഡിസ്നി ലാൻഡ് പാർക്കിൽ പോയിട്ടുണ്ടോ? എനിക്ക് ശരിക്കും പാരീസിൽ വന്നിട്ട് ഐഫൽ ടവറിൽ പോകുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളത് ഈ ഒരു ഡിസ്നി ലാൻഡ് പാർക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഈ ഒരു ദിവസം മൊത്തം ഡിസ്നി ലാൻഡ് പാർക്കിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൈറ്റ് 10 മണി വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. നല്ല തണുപ്പുണ്ട്, വിചാരിച്ച പോലെയല്ല. ഇത്രയും ജാക്കറ്റ് ഇട്ടിട്ട് തണുക്കുന്നുണ്ട്. ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ കാണുന്നുള്ളൂ, കാരവാൻ പാർക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കാരവാൻ എടുത്തിട്ടില്ല. നമ്മൾ ആ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ബോൾട്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായത്. ഒരു 38 പൗണ്ടോളം, പൗണ്ടല്ല 38 യൂറോളാണ് നമുക്ക് ആയിട്ടുണ്ടായത്. ഇത് നമ്മളങ്ങനെ ഫൈനലി ഡിസ്നി ലാൻഡിലെത്തി. ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നത് ചെറിയ പിള്ളേർക്കും പിന്നെ അതുപോലെ തന്നെ വലിയ ആൾക്കും പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടെയാണ് ഡിസ്നി ലാൻഡ്. നമ്മളങ്ങനെ പണ്ടൊന്നും എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിട്ടില്ലായിരുന്നു ഡിസ്നി ലാൻഡിലൊന്നും പോകണമെന്നൊന്നും. പക്ഷേ ഇപ്പോൾ അടുത്തടുത്തായിട്ട് കുറേ പേര് ഡിസ്നി ലാൻഡിലൊക്കെ പോയിട്ട് അതിൻ്റെ കുറേ മെയിനായിട്ട് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫയർ വർക്കാണ്. നൈറ്റിൽ ഫയർ വർക്കും കൂടിയുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ മെയിനായിട്ട് ആ ഒരു അട്രാക്ഷനാണ് കാണണമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായത്. ഇവിടെ പുറത്തൊന്നും അത്ര വലിയ തിരക്കില്ല. നമ്മളിപ്പോൾ വന്ന് ഇന്ന് സൺഡേ അല്ലേ, സാറ്റർഡേ. നമ്മളിപ്പോൾ ഒരു സാറ്റർഡേ ദിവസമാണ് വന്നിട്ടുണ്ടായത്, വീക്കെൻഡിലാണ്. നമ്മളൊരു ഏകദേശം നമ്മളൊരു വൺ ഡേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത്. എനിക്കൊന്ന് ഉള്ളിലെല്ലാം തിരക്കുണ്ട് തോന്നുന്നു, പോയി നോക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷന് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെട്രോയിലോ ട്രെയിനിലോ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. നമ്മൾ പിന്നെ ഓൾറെഡി നിൽക്കുന്നിടത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ബോൾട്ട് എടുത്ത് വന്ന്. ശിബേട്ടൻ എന്താ ഡിസ്നി ലാൻഡിൻ്റെ ഇതൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത്? മെയിനായിട്ട് മിക്കി മൗസ് തന്നെ. ഇവിടെ പുറത്ത് നിൽക്കുമ്പം തന്നെ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലുള്ള കുറേ പരിപാടിൻ്റെ ഒക്കെ മ്യൂസിക്കൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റുമല്ലേ? ആണെന്നാ തോന്നുന്നല്ലേ. ഐ ഡോണ്ട് നോ, കൂടുതലായിട്ട് എനിക്ക് ഇതിൻ്റെ ചരിത്രമൊന്നും അറിയില്ല. പക്ഷേ ഇത് ഭയങ്കര 7 കൺട്രിയിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അതിലൊന്നാണ് പാരീസിലുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഗെറ്റ് യുവർ ഗൈഡ് എന്ന് പറഞ്ഞ് ആപ്പിൻ്റെ അകത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡിസ്നി ലാൻഡിൻ്റെ വെബ്സൈറ്റിനേക്കാളും കുറച്ചുകൂടെ ചെറിയ റേറ്റിലായിരുന്നു കിട്ടിയത്. ഇവിടെയാണ് സെക്യൂരിറ്റി ചെക്കിങ്സ് ഒക്കെ വരുന്നത്. ഇവിടെ ഫുൾ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് മാത്രമേ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കടത്തി വിടുള്ളൂ. ഇപ്പം തണുപ്പുണ്ടോ ശിവേട്ടാ? മഴയും പെയ്യാൻ തുടങ്ങി. നമ്മളങ്ങനെ ഫൈനലി എൻ്റർ ചെയ്യാൻ പോവാണ്. ആദ്യം സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സെൽഫി സ്റ്റിക്കും പിന്നെ നമ്മുടെ ഗിംബലൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്താ ചെയ്യാൻ നോക്കി നിൽക്കുക. നിങ്ങളാരെങ്കിലും വരുന്നുണ്ടേ അങ്ങനത്തെ ഒന്നും സാധനങ്ങളൊന്നും ഇവിടെ സെൽഫി സ്റ്റിക്കോ അങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല. അവർ നമ്മുടെ അടുത്ത് ഹോട്ടലിലോ അല്ലെങ്കിൽ പാർക്കിങ്ങിലുള്ള കാറിലോ കൊണ്ടുവെക്കാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ 2 ഓപ്ഷനും ഇല്ല. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ ചെയ്യാം. Where's your bag? We don't have bag. Only this bag. Can I keep in this? Can I keep in the jacket? Can I keep here? നമ്മുടെ അടുത്ത് അങ്ങനെ ആ ഗിംബൽ ജാക്കറ്റിൻ്റെ ഉള്ളിൽ ഹൈഡാക്കാൻ പറഞ്ഞു. കാരണം ഇതിവിടെ ഫോർബിഡൻ ആണെന്നാണ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊന്നും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട.
നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നേരെ പോകുന്നത് ഡിസ്നി ലാൻഡ് പാർക്കിലേക്കും പിന്നെ ഈ സൈഡാണ് വോൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ് വരുന്നത്. നമ്മൾ ഓൺലി ഡിസ്നി ലാൻഡ് പാർക്കിൻ്റെ ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. വോൾട്ട് സ്റ്റുഡിയോ നമ്മൾ എടുത്തിട്ടില്ല. രണ്ടും കൂടെയുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇത് രണ്ടും ഒരു ദിവസം കവറാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മണി പേ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു ഡിസ്നി ലാൻഡ് പാർക്കിൻ്റെ മാത്രം ടിക്കറ്റ് എൻട്രി മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇതുവരെ നമ്മൾ ടിക്കറ്റൊന്നും ആരും ചോദിച്ചിട്ടില്ല. അവിടെ ജസ്റ്റ് സെക്യൂരിറ്റി ചെക്കപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. If we happen to bump into your ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ വന്ന ദിവസം അത്ര നല്ലതല്ല, അതുകൊണ്ട് വലിയ വെളിച്ചവും ഇല്ല, ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ഈ പാർക്ക് ഏകദേശം ഒരു 32 കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന ഒരു പാർക്കാണ്. അപ്പോൾ നമുക്കൊരു ദിവസം കൊണ്ട് ഈ ഒരു പാർക്കിലെ എല്ലാ റൈഡും എല്ലാ സ്ഥലങ്ങളും നടന്നിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഇമ്പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ ഒരു ദിവസം മാത്രമേ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയ കുറച്ച് സ്ഥലത്തും കുറച്ച് റൈഡും മാത്രം കയറാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇവരുടെ വെബ്സൈറ്റിൽ ഏകദേശം ഒരു 50ഓളം അട്രാക്ഷൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രസമുണ്ടല്ലേ ആണ്. പോവാം. നമ്മൾ ഡിസ്നി ലാൻഡ് പാർക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. നമുക്കിത് മൊത്തം നടന്ന് കാണാൻ പറ്റണമെന്നൊന്നുമില്ല. ഓരോരോ സ്ഥലത്തും ഇവരുടെ ഓരോരോ ഡിസ്നിയുടെ കാർട്ടൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പരിപാടികളും പ്രോഗ്രാംസും പരേഡ് ഉണ്ട്. അവരുടെയൊക്കെ ഓരോരോ സമയം നമുക്ക് എപ്പോഴും ഈ പരേഡ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്നി ലാൻഡിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാകുമ്പോൾ എപ്പോഴും എവിടെയാണ്, പിന്നെ ഓരോരോ പാർക്കിലും ഓരോരോ റൈഡിലൊക്കെ എത്ര വെയിറ്റിംഗ് ടൈമൊക്കെ ഉള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റും. കാരണം ഇവിടുത്തെ റൈഡിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ടിക്കറ്റ് ഒന്നും കാണിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, നമ്മൾ നേരെ ഡിസ്നി ലാൻഡ് പാർക്കിൻ്റെ ഉള്ളിലോട്ട് വന്ന് അവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു QR കോഡ് നമുക്ക് ആപ്പിൾ വാലറ്റിൻ്റെ അതിലോട്ടൊക്കെ എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. QR കോഡ് കാണിച്ചിട്ട് കയറാൻ വേണ്ടി പറ്റും. ഈ ഒരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും ഇൻഡോർ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ വന്ന സമയം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ട്, വിൻ്റർ ടൈം ആണല്ലോ. പിന്നെ സമ്മറൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ശരിക്കും അടിച്ചു പൊളിക്കുക. ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ അഡൾട്ട്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കും കൂടിയാണ്. കുറേ പേരുണ്ട്, പക്ഷേ കൂടുതലും കുട്ടികളാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഈ QR കോഡ് അവിടെ ടാപ്പ് ചെയ്യാനുണ്ട്. ലൈക്ക് നമ്മൾ മെട്രോയിലൊക്കെ പോകുന്ന പോലെ ടാപ്പ് ചെയ്തിട്ട്. ഇതിലിപ്പോൾ 4 ആൾക്കും പോകാൻ പറ്റുമോ? ഞാൻ പോയിട്ട് പോവാം. This is for 4 people. It's for one person. One person. ഇവിടുത്തെ വെതർ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇന്ന് നമ്മൾ ഈ ഒരു മഴയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം റെയിൻ കോട്ടും പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടായിരുന്നു, വെൽ പ്രിപ്പയർഡൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമുക്ക് കംഫർട്ടബിളായ ഡ്രസ്സും ഷൂ ഒക്കെ വേറെയാണെന്ന്. കാരണം ഇവിടെ കുറേ നടക്കാനുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് കാണുന്നില്ല, മഴയാ. നമ്മുടെ ഇന്നത്തെ ഡേ മൊത്തം പോയി. ഔട്ട്ഡോർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻഡോർ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ട്രെയിൻ കണ്ടിട്ടുണ്ട്. ആ ട്രെയിൻ എങ്ങനത്തെയാണെന്ന് നോക്കാം. അപ്പോൾ ട്രെയിനിലൊന്ന് നമുക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാ റൈഡിനും കുറേ ക്യൂ ഒക്കെ നിൽക്കണം. ഇപ്പൊ തന്നെ ഇതിന് കുറേ ക്യൂ ഉണ്ട് ഇവിടെ. വേണ്ട, ഇതിനൊന്നും സെപ്പറേറ്റ് ടിക്കറ്റ് വേണ്ട. നമ്മളൊരു ടിക്കറ്റ് എടുത്താൽ അതിലെല്ലാത്തിലും കയറാം. പിന്നെ ഈ ടിക്കറ്റ് തന്നെ പ്രീമിയം ടിക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ വേറെ ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റിനൊക്കെ എക്സ്ട്രാ അവർക്ക് എന്തൊക്കെയോ ഷോ ഒക്കെ കാണാൻ പറ്റും. എന്തോ മാജിക്കൽ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട്.
പക്ഷെ നമ്മൾ സാധാരണ ഡേ ടിക്കറ്റ് എടുത്ത്. ഇത് അത്യാവശ്യം കുറേ പേർക്ക് കയറാൻ പറ്റുന്ന ട്രെയിനാണ്. നമ്മൾ ബാക്കിലിരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ബാക്ക് മൊത്തം ആൾക്കാർ ഇരിക്കാൻ തുടങ്ങി. നമ്മുടെ ആഗ്രഹം നടന്നില്ല, ബാക്കിലിരിക്കാൻ പറ്റിയില്ല. നല്ല നടപ്പുണ്ട്. ട്രെയിനിൽ കയറി ആൾക്ക് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു ഏകദേശം 8 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കിനി നോക്കാം. ഞാൻ കേട്ടിട്ടുണ്ട് ഈ വണ്ടി ഒരു റൂട്ടിലൂടെ ഇങ്ങനെ റൗണ്ട് അടിക്കുക ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊരു വേർഡ് പഠിച്ച് സോർട്ടീന്ന് കണ്ട ആ വേർഡ് ഉണ്ടല്ലോ ഇവിടെ, എന്താ ആ വേർഡ്, അതിൻ്റെ അർത്ഥമാണ് എക്സിറ്റ്. നമ്മളങ്ങനെ ഒരു വേർഡ് ആദ്യമായിട്ട് പഠിച്ചു. ട്രെയിൻ മൂവ് ആവാൻ തുടങ്ങി. സുബിയേട്ടൻ ഇവിടെ ഉണ്ട്. നമ്മളിതാ ഈ വഴിയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പാർക്ക് അത്യാവശ്യം വലിയൊരു പാർക്കായതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിൻ ജേർണി ഉള്ളത്. ഈ ട്രെയിൻ നമ്മൾ കയറിയ സ്ഥലത്തു നിന്ന് തുടങ്ങിയിട്ട് വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ എത്തും. അതിങ്ങനെ റൗണ്ട് ട്രിപ്പ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കയറ്റി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പാണ് ഉള്ളത്. അപ്പോൾ ആ സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങുവാണെങ്കിൽ ഈ ഒരു പാർക്കിൻ്റെ ഏകദേശം മിഡിൽ പോർഷനാണ് അത്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ഓരോരോ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി. ആദ്യം നമ്മൾ ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മൊത്തം റൗണ്ട് ട്രിപ്പ് അടിച്ച് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ റൗണ്ട് ട്രിപ്പ് അടിച്ചിട്ട് പിന്നെ ഫസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ ഉണ്ടല്ലോ നമ്മുടെ മിനി ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്യൂ ഉണ്ട് ഇവിടെ. അപ്പോഴത്തേക്ക് നല്ല മഴ തുടങ്ങി ഇവിടെ. നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. കുറച്ചൊരു എക്സ്ട്രാ എമൗണ്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്യൂവിലൊന്നും നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് സൈഡിലൂടെ പെട്ടെന്ന് പോയിട്ട് ഏതെങ്കിലും റൈഡാണെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും കാര്യമാണെങ്കിലും നമുക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് എല്ലാം ചെയ്തിട്ട് വരാം. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ ക്യൂവിൽ നിന്നിട്ട് തന്നെ വേണം എല്ലാ റൈഡിലും കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ കാണുന്ന എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഡിസ്നി ലാൻഡിൽ വന്നിട്ട്. അവർ കാർട്ടൂണിൽ മാത്രം കാണുന്ന ഈ ക്യാരക്ടേഴ്സിനൊക്കെ നേരിട്ട് കാണുമ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കും അവർ. നമ്മളങ്ങനെ ക്യൂവിൻ്റെ അടുത്തെത്താറാകുമ്പോൾ മിനി കുറച്ച് സമയത്തേക്ക് ബ്രേക്കിന് പോയി. അപ്പോഴേക്ക് ഗൂഫി ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെ വെയർ ചെയ്ത് കൂളായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു സൈഡിലൂടെ. എനിക്കിവിടെ വന്നപ്പം ഈ ഓരോ ക്യാരക്ടേഴ്സും ശരിക്കും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടുള്ള റെസ്പെക്റ്റാണ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ടായത്. കാരണം അവർ ഈ ഒരു ക്യാരക്ടറിലോട്ടേക്ക് ആയിട്ടാകുമ്പോൾ ഡെയിലി ഈ സെയിം ടാസ്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു പാഷൻ തന്നെ വേണം. അങ്ങനെ മിനി ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് തന്നെ ബ്രേക്ക് കഴിഞ്ഞ് വന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മിനീനെ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെ മിനീനെയൊക്കെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കിങ്ങനെ ഓരോരോ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ പോയിട്ട് ഹഗ് ചെയ്യാനൊക്കെ ശരിക്കും ഒരു കാർട്ടൂൺ വേൾഡിലേക്ക് എത്തിയ പോലെ തന്നെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ഡേ മൊത്തം. നമ്മളങ്ങനെ മിക്കി മൗസിൻ്റെ ഗേൾ ഫ്രണ്ടായ മിന്നീൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു BBQ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു.
നമ്മളിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറിയിട്ടാകുമ്പോൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യുന്നത് മെനു ഇംഗ്ലീഷിലാണോ എന്നാണ്. കാരണം ഇംഗ്ലീഷിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ കൂടുതലും ഫ്രഞ്ചിലാണ് മെനൂസൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ലക്കിലി ഈ ഹോട്ടലിൽ ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. നമ്മളൊരു പോർക്കും ചിക്കനുള്ള ഗ്രില്ല് ബാർബിക്യൂ ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ സാലഡ് ഓർഡർ ചെയ്ത്, പിന്നെ ഒരു ബർഗറും ഫ്രൈസും. അതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ആംബിയൻസ് ഒക്കെയാണ് ഇവിടെ. എന്തായാലും ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒന്നും കാണാത്ത സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് ഇല്ലായിരുന്നു, നമുക്ക് കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡ് ഒരു ഏകദേശം ഒരു ഏവറേജ് ഫുഡൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ വിശന്നിരിക്കുന്നതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് കുറച്ച് എനർജിയൊക്കെ സംഭരിച്ചു. കാരണം ഇനി നമുക്ക് കുറേ നടക്കാനും അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനാണല്ലോ കൂടുതലുള്ളത്. ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാന്ന്. ഇവിടെ നമുക്ക് ഏകദേശം ഫുഡൊക്കെ കഴിച്ചതിന് ഏകദേശം എത്രയും 42 യൂറോ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അഡ്വഞ്ചർ ലാൻഡ് ഉണ്ട്. ഒന്നുകിൽ അവിടെ പോകണം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക്. മാപ്പ് കാണട്ടെ. ഇനി എവിടത്തേക്കാ പോകുന്നത് ശിബേട്ടൻ പറ. ഇത് ഇവിടെയാണ് അഡ്വഞ്ചർ ലാൻഡ് ഉള്ളത്. നമ്മൾ ഏകദേശം ആ ഹോട്ടലിൽ നിന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് അഡ്വഞ്ചർ ലാൻഡിലെത്തും. പക്ഷെ നമ്മളിപ്പോൾ സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിൽ ഉണ്ടല്ലോ, അതാണ് മെയിൻ ഇവിടുത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്ലേസ്. എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അവിടെ പോയിട്ട് ഈ വെളിച്ചമൊക്കെ ഒന്ന് പോകുന്നതിലിടക്ക് ഒന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ. ശരിക്കും ഈ ഡിസ്നി ലാൻഡിൻ്റെ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ട്രിപ്പിന്. നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല വഴികളൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ വഴിയും ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എവിടെയൊക്കെയാണ് ഷോ ഉള്ളത്, വെയിറ്റ് ടൈം എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ആ ആപ്പൊക്കെ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഫ്രണ്ടിലെത്തി. ഏതിൻ്റെ? ഇവിടെ ഇങ്ങനെ ഓരോന്ന് ഷോയിൽ വെച്ചിരിക്കുന്നതൊക്കെ മൊത്തം ഏതെങ്കിലുമൊക്കെ സിനിമയിലോ പിന്നെ ഈ കാർട്ടൂൺ ക്യാരക്ടറിലൊക്കെ ഉള്ളതാണ്. അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ വരച്ച് നോക്കിയാലോ. ഇവിടെ അലാവുദ്ദീൻ്റെ ഓരോരോ സീനും ഇങ്ങനെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. നമ്മളെ പടത്തിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല. അലാവുദ്ദീൻ്റെ സിനിമയും ഉണ്ട്, അലാവുദ്ദീൻ്റെ കാർട്ടൂണും ഉണ്ട്. അതിലുള്ള കുറച്ച് സീൻസ് ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് കൊള്ളാലോ. എന്ത്
അങ്ങനെ നമ്മളല്ലാതെ ഇതിൻ്റെ ചെറിയൊരു മ്യൂസിയം പോലെയായിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായത്. അത്ര കാര്യമായിട്ടൊന്നുമില്ല, ചുമ്മാ കുറച്ച് സമയം കാണാനുള്ളതേ ഉള്ളൂ. അവിടുന്ന് കണ്ട് ഇനി നമ്മൾ നേരെ സ്ലീപ്പിംഗ് ബ്യൂട്ടിൻ്റെ അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോകുന്ന വഴിക്കാണ് നമ്മളിത് കണ്ടത്. അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ മഴയായിപ്പോയി, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളാകെ ഫുൾ ടയേർഡായി. തണുപ്പും ഇവിടെ മഴ പെയ്തപ്പോൾ നല്ല തണുപ്പും കൂടി. നമ്മളങ്ങനെ സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിൽ. ഡിസ്നിലാൻഡ് പാരീസിലെ ഒരു ഫേമസ് ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിൽ എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ഗോൾഡിനെ കൊണ്ടൊക്കെ വർക്ക് ചെയ്ത പോലെയൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ മുകളിലെല്ലാം. ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ഉണ്ട്, നമുക്ക് പോയി നോക്കാം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് വരുന്നുണ്ട്. ഇതാണ് പാലസിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഷോപ്സ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. നല്ല തിരക്കുമുണ്ട്. ഈ ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിലോട്ടേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഹോളാണ് നമുക്ക് കാണുന്നത്. അതൊരു ഓപ്പൺ ഹോളാണ്. പിന്നെ ഒരു സൈഡിൽ ഒരു മെജസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിലോട്ടേക്ക് പോയിട്ടാകുമ്പോൾ അവിടെ ഓരോരോ സ്ഥലത്തും പ്രിൻസസ് അറോറ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് ബുക്സും ഈ ഒരു കാസിൽ എന്ന് പറയുന്നത് ശരിക്കും ഈ പ്രിൻസസ് അറോറ ഇമാജിൻ ചെയ്ത ഒരു കാസിലാണെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ ഓരോരോ കാർട്ടൂണിലുണ്ടായ ഓരോരോ സീൻസും പിന്നെ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ആ ബുക്ക് നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല, മൊത്തം ഫ്രഞ്ച് തന്നെയായിരുന്നു എഴുതിയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വ്യൂവും പിന്നെ ഫോട്ടോയും അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് മാത്രമേ ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചറും ആ ഒരു ആർക്കിടെക്ചറും തന്നെയാണ് ഇതിനെ അത്യാവശ്യം ഇത്രയും ഫേമസ് ആക്കുന്നത് തന്നെ. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് പോയിട്ടാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ചെറിയൊരു ബാൽക്കണി പോലെ ഒരു ഏരിയ ഉണ്ട്. അവിടേക്ക് പോയിട്ടാകുമ്പോൾ നമുക്ക് താഴത്തോട്ടുള്ള ചെറിയൊരു വ്യൂവും കൂടെ കിട്ടും. പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു കാസിൽ ഭയങ്കര റോയൽ കാസിൽ പോലെയൊക്കെ തോന്നിയെങ്കിൽ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ വേറെ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ മൊത്തം ആൾക്കാരായിരുന്നു. വിൻ്റർ ആണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഈ പാർക്കിൽ മൊത്തത്തിലായിട്ട്. പിന്നെ എസ്പെഷ്യലി ഈ ഒരു കാസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടും ഈ ഒരു ഏരിയയിലും അത്യാവശ്യം ആൾക്കാർ കുറച്ചധികം കൂടുതലായിരുന്നു നമുക്ക് കണ്ടിട്ടുണ്ടായത്. അടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ് ഇത്. ഇവിടെ തന്നെയുണ്ട് മുകളിലോട്ടേക്ക്. മുകളിൽ പോകാൻ പറ്റില്ലായിരിക്കും അല്ലേ ഇനി, അത് ചുമ്മാ ആക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം.
ഇനിയാണ് നമ്മൾ കറക്റ്റൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരേഡും ഫയർ വർക്കും പിന്നെ നമ്മൾ കുറച്ച് റൈഡിലൊക്കെ കയറുന്ന കാഴ്ചകളൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാം കൂടെ ഈ വീഡിയോയിൽ ഇടാൻ നിന്നാൽ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ലോങ് വീഡിയോ ആവും. അപ്പം ബാക്കി പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഇടാം. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.